അതെ, നമുക്കിന്ന് നല്ല തേങ്ങാപ്പാലൊഴിച്ച് നല്ല നാടൻ കുടംപുളിയൊക്കെ ഇട്ട് ഒരു അടിപൊളി മീൻ വറ്റിച്ചതുണ്ടാക്കിയാലോ. അതിനായിട്ട് മീനിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇവ ചേർത്ത് ഒരമണിക്കൂർ വെക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് നേരത്തെ മീൻ വറുത്ത ഒരെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത് നന്നായിട്ടൊന്ന് ചതച്ച് ചേർക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സവാള വേഗത്തിൽ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. മുളക് പൊടി ചേർത്ത ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു വലിയ സൈസ് തക്കാളി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഞാനിവിടെ കുറച്ച് നേരം നമ്മുടെ മസാലകൾ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്കാണ് നമ്മുടെ താരത്തിൽ ചേർക്കുന്നത് കേട്ടോ, നമ്മുടെ നല്ല കട്ട തേങ്ങാപ്പാൽ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മീൻ ഈ മസാലയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. തവി കൊണ്ട് ഇളക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ മസാലയിൽ ഈ മീൻ നന്നായിട്ട് നമ്മൾ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ഞാനിങ്ങനെ 5 മിനിറ്റ് മീനിൻ്റെ അടച്ച് വെച്ച് വേവിച്ചിട്ട് തുറന്ന് നോക്കി കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ആ തേങ്ങാപ്പാലിൽ ആ മീൻ വെന്താ മണം ഉണ്ടല്ലോ, അടിപൊളി. അപ്പം നോക്കി നമ്മുടെ അങ്ങനെ സ്വാദിഷ്ടമായ, അതുപോലെ തന്നെ വളരെ ഈസിയാണല്ലോ ഇത് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് നമ്മുടെ ഗസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി തേങ്ങാപ്പാലിൽ വറ്റിച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂട്ടത്തിലോ പാലപ്പത്തിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാം. നല്ല അടിപൊളി തേങ്ങാപ്പാലിൽ വറ്റിച്ച മീൻകറി. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരെയും സന്തോഷമുള്ളവരാക്കി വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും ബായ്.